അമേരിക്ക പഴയ അമേരിക്കയല്ല. ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി, അത്യാധുനിക ആയുധങ്ങൾ, അങ്ങനെ എന്തൊക്കെ അമേരിക്കയ്ക്ക് ഇല്ല എന്ന് ചോദിക്കേണ്ടതായിരുന്നു മുൻപൊക്കെ എളുപ്പം. ഇപ്പോഴോ എന്തൊക്കെ ഇനി ബാക്കിയുണ്ട് എന്ന് ചോദിക്കേണ്ട അവസ്ഥയായി. ആദ്യമായി അവർക്ക് നഷ്ടപ്പെട്ടത് അജയ്യൻ എന്ന പരിവേഷം, പ്രതിച്ഛായ നഷ്ടം, പിന്നെ കുറേ ഡോളറുകൾ. കുറേ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് എന്ന് പറയേണ്ടി വരും. വായുവിൽ പൊട്ടിച്ചു കളഞ്ഞ ഇന്റർസെപ്റ്ററുകൾ, കുറേ വില കൂടിയ വിമാനങ്ങളും ഡ്രോണുകളും. പട്ടിക തീരുന്നില്ല. അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വിള്ളൽ. ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ നാറ്റോ സഖ്യം കൈയൊഴിഞ്ഞ യുദ്ധമാണ് ഇറാനിൽ നടത്തിയത്. ഗ്രീൻലൻഡിനെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് അവരെയും അകറ്റി. 51ാമത്തെ സംസ്ഥാനമാക്കുമെന്ന് പറഞ്ഞ് ഒക്കച്ചങ്ങായിയായ കാനഡയെയും വെറുപ്പിച്ചു. ചങ്കായ ഇസ്രയേലാകട്ടെ നടുക്കടലിൽ അമേരിക്കയെ ഇറക്കിയിട്ട് സ്വന്തമായി തുഴഞ്ഞു നീങ്ങുന്നു. ഇതിനൊക്കെ കാരണം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായ ശേഷമുള്ള തീരുമാനങ്ങളാണ്. ലോകം അമേരിക്കയെ ഇനി രണ്ടാം ട്രംപ് ഭരണകൂടത്തിന് മുൻപും പിൻപും എന്ന തരത്തിൽ അടയാളപ്പെടുത്തും. ലോക പോലീസ് പട്ടമൊക്കെ അഴിച്ചു വെക്കേണ്ടി വരും എന്ന് സാരം. വെനസ്വലയിൽ അവിടുത്തെ തലവനെ പിടികൂടി മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തിന്റെ ഭരണം കൈയടക്കി. പക്ഷേ ഇറാനിൽ ചെന്ന് പെട്ടു. പോയി തരത്തിലുള്ളവരോട് കളിക്കാൻ പറഞ്ഞു ഇറാൻ. അവരുടെ മിസൈലുകൾ നേരിടാൻ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച ഗൾഫ് അറബ് രാജ്യങ്ങൾ കാലിയാക്കിയത് അമേരിക്കയുടെ ആയുധപ്പുരകളെയാണ്. വ്യോമ പ്രതിരോധ മിസൈലുകൾ കുറഞ്ഞത് ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ്. മാസങ്ങളായുള്ള ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അമേരിക്കൻ സൈനികർ ചെറുത്തത് പാട്രിയറ്റ് പോലുള്ള പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ചാണ്. കൂടുതൽ മികവുള്ള സംവിധാനം ആവശ്യമുണ്ട് എങ്കിലും നിലവിലെ സംവിധാനം തന്നെ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. പെന്റഗണിന്റെ കൈവശം ആയുധശേഖരം അപകടകരമാം വിധം കുറഞ്ഞ നിലയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധത്തിനിടെ ടോമോഹോക്ക് മിസൈലുകളുടെ പകുതിയോളം ഉപയോഗിച്ചതിനാൽ അവയുടെ അമേരിക്കയുടെ ശേഖരവും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ടിരുന്ന ഇറാൻ സംഘർഷത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ദൂരപരിധി കൂടിയതും കൃത്യതയേറിയതുമായ ആക്രമണങ്ങൾക്കും പ്രധാന മിസൈലുകൾ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചിരുന്നു. ശത്രുക്കളുടെ വ്യോമ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള മിസൈലുകൾ അമേരിക്കൻ സൈന്യം വലിയ തോതിൽ ഉപയോഗിച്ചുവെന്ന് CNN നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. സുരക്ഷ വാഗ്ദാനം ചെയ്താണ് ഗൾഫ് അറബ് രാജ്യങ്ങളിൽ അമേരിക്ക സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. അതേ കാരണം കൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണം നേരിടുന്നതും. ആവശ്യത്തിന് ഇന്റർസെപ്റ്റർ മിസൈലുകൾ കിട്ടാതായാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ ആ രാജ്യങ്ങളിൽ നടക്കാതെ വരും. ലോകത്തിന്റെ പല ഭാഗത്തും വിന്യസിച്ചിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് മാറ്റിയാണ് നിലവിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം നൽകാൻ അമേരിക്ക ശ്രമിക്കുന്നത്. അമേരിക്കൻ സുരക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളുമായി പുതിയ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ആക്രമിക്കുന്ന ഇറാനുമായി പോലും കരാറുണ്ടാക്കി സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ശ്രമങ്ങൾ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പലതും അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കണ്ണുമടച്ച് വിശ്വസിച്ചതാണ്. ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തടയാനുള്ള അവരുടെ കഴിവിനെ മിസൈലിന്റെ സ്റ്റോക്ക് ഇല്ലായ്മ തടസ്സപ്പെടുത്തുന്നു. അമേരിക്കയുടെ ആയുധപ്പുരകളിലെ വ്യോമ പ്രതിരോധ മിസൈലുകൾ അഥവാ ഇന്റർസെപ്റ്ററുകളുടെ എണ്ണത്തിലുണ്ടായ ശോഷണം ഞെട്ടിപ്പിക്കുന്നതാണ്. താഡ് ഇന്റർസെപ്റ്ററുകൾ ഏകദേശം 80% ഉപയോഗിച്ചു തീർന്നു. സ്റ്റോക്കിൽ അവശേഷിക്കുന്നത് 278 താഴെ മാത്രം. അതായത് 4 മിസൈലുകളും ഇനിയില്ല. കുവൈറ്റ് ഇറാഖ് യുദ്ധത്തിൽ ഏറെ ഉപയോഗിക്കപ്പെട്ട് പ്രശസ്തി നേടിയ പാട്രിയറ്റ് മിസൈലുകൾ ഏകദേശം 50% തീർന്നു. ഇനിയുള്ളത് 827 എണ്ണം മാത്രമെന്ന് കണക്കാക്കപ്പെടുന്നു. അത്യാധുനിക പ്രതിരോധ ആയുധ ശേഖരത്തിലുണ്ടായ ഈ കുറവ് ഇറാനെ ഇനിയും ആക്രമിക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്ന് അമേരിക്കയെ പിന്നോട്ട് വലിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ഇറാനെ ആക്രമിച്ചാൽ അവർ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കും. ആ രാജ്യങ്ങളുടെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആക്രമണം തടയും. പക്ഷേ മിസൈലുകൾ തീരുന്ന മുറയ്ക്ക് അമേരിക്കയിൽ നിന്ന് ആവശ്യപ്പെടും. കയ്യിലുള്ള ചുരുക്കം മിസൈലുകൾ അമേരിക്കയ്ക്ക് സ്വന്തം പ്രതിരോധത്തിന് വേണം. എന്നാൽ മിസൈലുകൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ ഗൾഫ് പ്രദേശത്തെ സ്വാധീനവും നിയന്ത്രണവും നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ബുദ്ധിപരമായ തീരുമാനം ഇറാനെ ഇനി ആക്രമിക്കേണ്ടതില്ല എന്നാണ്. പുകൾപെറ്റ സൈനിക ബലമുണ്ടെങ്കിലും ഇറാനെ ആക്രമിക്കാൻ ഭയം. ആ അവസ്ഥയിലായി അമേരിക്ക ഇപ്പോൾ. ഇന്റർസെപ്റ്റർ മിസൈലുകൾ മാത്രമല്ല, പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളെക്കുറിച്ച് ഇറാൻ സംഘർഷത്തിനിടെ അമേരിക്ക അവരുടെ അതീവ കൃത്യതയുള്ളതും ദൂരപരിധി കൂടിയതുമായ ഉപരിതല വായു, അതായത് സർഫസ് ടു എയർ മിസൈലുകളിൽ ഏതാണ്ട് പൂർണ്ണമായും ഉപയോഗിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ആശങ്കകൾ അസ്ഥാനത്തല്ല. ദുർബലാവസ്ഥയിൽ ചൈനയോ റഷ്യയോ ഇനി ആക്രമിച്ചാലോ?
അവരുടെ ബോംബുകളെയും മിസൈലുകളെയും നേരിടാൻ പ്രതിരോധ മിസൈലുകൾ പോരാതെ വരും. ആക്രമിക്കാനുള്ള മിസൈലുകളും കുറഞ്ഞിരിക്കുന്നു. തായ്വാൻ വിഷയത്തിൽ ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടിലാണ് അമേരിക്ക. ഇറാൻ യുദ്ധത്തിന്റെ അവസരം മുതലെടുത്ത് ചൈന തായ്വാനിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നിലവിൽ ഭീഷണിപ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ് ഒന്നും അമേരിക്കയ്ക്ക് കഴിയില്ല. റഷ്യക്കെതിരെ ഉക്രൈൻ നൽകുന്ന യുദ്ധത്തിനും ആയുധപരമായ പിന്തുണ നൽകാനാകില്ല. ഇറാൻ യുദ്ധത്തിന് മുൻപ് ട്രംപ് കണ്ട ചില സ്വപ്നങ്ങളും നടക്കാനിടയില്ല. ഇറാനെ തോൽപ്പിച്ചിട്ട് വേണം ക്യൂബ, ഗ്രീൻലാൻഡ്, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാൻ എന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിന്ത. യൂറോപ്യൻ രാജ്യങ്ങൾ ഒപ്പം നിൽക്കില്ല, പക്ഷേ കാര്യമായ എതിർപ്പും ഉണ്ടായേക്കില്ല. വെനസ്വേലയിലെ ഓപ്പറേഷനിൽ അത് കണ്ടു. ആരും ശക്തമായി പ്രതിഷേധിച്ചിട്ടില്ല. പക്ഷേ ആയുധങ്ങൾ മുഴുവൻ ഇറാൻ മേഖലയിലേക്ക് കൊണ്ടുപോയ സ്ഥിതിക്ക് മറ്റ് സ്ഥലങ്ങളിലെ സൈനിക നടപടികൾക്ക് വെടിക്കോപ്പുകൾ തികയാതെ വരും. തങ്ങളുടെ ആയുധശേഖരം കുറഞ്ഞു വരുന്നത് അമേരിക്കയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസും സൂചിപ്പിച്ചതാണ്. ചൈനയോ മറ്റോ ആക്രമിക്കാൻ വന്നാൽ അമേരിക്കയുടെ കാര്യം കട്ടപ്പുകയാകും എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. മുൻപ് ചെയ്ത വീഡിയോയിലാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയത്. അത് കാണാത്തവർക്കായി ആ വീഡിയോ കൂടി ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. അമേരിക്കയിൽ നിലവിൽ യുദ്ധം പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ നാളിതുവരെ ഉണ്ടായ ചെലവ് സെനറ്റ് കണക്കാക്കിയിരിക്കുന്നത്, അമേരിക്കൻ കോൺഗ്രസ് കണക്കാക്കിയിരിക്കുന്നത് $37.8 ബില്യൺ. അത് ചെറിയൊരു തുകയായി തോന്നാം. അമേരിക്കയുടെ ഒരു ഭീമമായ കണക്കിൽ നോക്കുമ്പോൾ ചെറിയ തുകയായി തോന്നാം. പക്ഷേ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ കാട്ടുന്നത് വലിയ തുകയാണ്. $878 ബില്യൺ ധനാഭ്യർത്ഥനകളാണ് വന്നത് 2026-27 വർഷത്തേക്ക്. അത് റിവൈസ് ചെയ്തുകൊണ്ട് $948 ബില്യൺ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇനി വർദ്ധിപ്പിച്ച ഡിമാൻഡായി ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് $1.5 ട്രില്യൺ. അമേരിക്ക ആകെ 30 ട്രില്യൺ ഇക്കോണമിയാണ്. അതിൽ 1.5 ട്രില്യൺ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി, ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് വേണ്ടി മാത്രം ചിലവാക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പാങ് അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല. അമേരിക്കയ്ക്ക് പലതരം അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. ഈ യുദ്ധം കാരണം ഏതാണ്ട് $67 ബില്യൺ ബാധ്യത അധിക മറ്റ് പല രീതിയിൽ ഇൻഡയറക്റ്റായി ഉണ്ടായി. ഓയിൽ ചാർജ് വർദ്ധിച്ചതിലൂടെ, മറ്റ് നേട്ടങ്ങളിലൂടെ, അല്ലെങ്കിൽ മറ്റ് ശമ്പള ഇനത്തിൽ മറ്റ് അനുബന്ധ ചെലവുകളിലൂടെ ഉണ്ടായി. അങ്ങനെ മോർ ദാൻ $100 ബില്യൺ ഈസ് വേസ്റ്റഡ്. അമേരിക്കൻ ജനത ഇതെല്ലാം കണ്ടു നിൽപ്പുണ്ട്. അതുകൊണ്ട് കൂടുതൽ പണം വേണമെന്ന് പറയുന്നത് സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ഒരുപക്ഷെ അനുവദിക്കില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കൻ സ്ട്രാറ്റജി മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് കുറേയൊക്കെ ഈ സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കാണുന്നത്. അദ്ദേഹം എങ്ങനെയെങ്കിലും യുദ്ധം സമാധാന പ്രക്രിയയിലൂടെ, ചർച്ചകളിലൂടെ, സമവായത്തിലൂടെ, ഈ നെഗോസിയേഷനിലൂടെ അവസാനിപ്പിക്കണം എന്ന ചിന്താഗതിക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റ്, പെൻറ്റഗണിന്റെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല. പെൻറ്റഗണിന്റെ, അതായത് അമേരിക്കൻ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പെൻറ്റഗണിന്റെ കണക്ക് കൂട്ടൽ തെറ്റിയിരിക്കുന്നു. ഇറാന്റെ കാര്യത്തിൽ തെറ്റിയിരിക്കുന്നു, പൂർണ്ണമായി തെറ്റിയിരിക്കുന്നു. പണ്ട് വിയറ്റ്നാമിന്റെ കാര്യത്തിൽ 60കളിലും 70കളിലും തെറ്റിയതിന് സമാനമായ രീതിയിൽ ഇപ്പോഴിതാ ഇറാന്റെ കാര്യത്തിൽ ടോട്ടൽ ബ്ലണ്ടറാണ് അമേരിക്ക കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികമായി ടെനബിൾ അല്ല, ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല, കൂടുതൽ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു, ട്രംപിന്റെ മുഖം കൂടുതൽ വികൃതമാകുന്നു, രാഷ്ട്രീയമായ ട്രംപിന്റെ നഷ്ടങ്ങൾ അമേരിക്കയിൽ സംഭവിക്കും. ഒക്ടോബർ-നവംബറിൽ നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാണ് ഒരുപക്ഷെ ട്രംപിനെ കാത്തു നിൽക്കുന്നത്. ട്രംപിന് ഇപ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് പോലും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവില്ല. റിപ്പബ്ലിക്കൻസിന് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പോലും പാസ്സാകാനാവാതെ വരും. മുൻപ് അത് സംഭവിച്ചിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ തള്ളിവിടാൻ ട്രംപ് ആഗ്രഹിക്കുമോ? അതുകൊണ്ടാണ് ആയുധങ്ങൾ കുറഞ്ഞു വരുന്നു. ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. ഇടയ്ക്കിടയ്ക്ക് യുദ്ധം നിർത്തിവെച്ചതിന് ശേഷം ആയുധങ്ങൾ നിർമ്മിക്കാനും റീപ്ലെനിഷ് ചെയ്യാനും, ആവനാഴിയിൽ അസ്ത്രങ്ങൾ കൂടുതൽ നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അത് പൂർണ്ണമായി ഫലപ്രദമാവില്ല. കാരണം അത്ര എളുപ്പം ഉണ്ടാക്കാവുന്ന ആയുധങ്ങളല്ല ഥാഡ് അല്ലെങ്കിൽ പേട്രിയോട്ട് മിസൈലുകൾ. ഏറെ പണച്ചെലവും സമയവും വേണ്ടതാണ്. അതാണ് ഭീതിതമായ കാര്യം. മൂന്നാമതൊരു ഡയമെൻഷൻ കൂടി പറയാതെ ഈ ഡിബേറ്റ് പൂർണ്ണമാവില്ല. അത് ചൈനയാണ്. ചൈന ഇടക്കാലത്തെ ആഗ്രഹമാണ് ഫോർമോസ അല്ലെങ്കിൽ തൈവാൻ, റിപ്പബ്ലിക് ഓഫ് ചൈന കൈവശപ്പെടുത്തുക എന്നത്. തൈവാൻ കൈവശപ്പെടുത്താൻ ഒരവസരം പാർത്തിരിക്കുന്ന ചൈന ചാടി വീണാൽ ചൈനയെ കുറ്റം പറയാനാവുമോ? ഇത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് അല്ലേ?
വെനിസ്വലയെ കൈവശപ്പെടുത്താൻ അമേരിക്കയ്ക്ക് ശ്രമിക്കാമെങ്കിൽ തങ്ങളുടെ സ്വന്തം രാജ്യമെന്ന് ചൈന എക്കാലത്തും പറയുന്ന ചൈനീസ് വംശജർ മാത്രമുള്ള ഫോർമോസയിൽ അല്ലെങ്കിൽ തൈവാനിൽ ചൈന കടന്നുകയറ്റം നടത്തിയാൽ ഇപ്പോൾ താങ്ങി നിർത്തുന്നത് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഒക്കെ തന്നെയാണ്, ഒരു ബാലൻസിൽ പോവുകയാണ്. അവിടേക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിക്കേണ്ടി വരും. എയർ ഡിഫൻസ് തൈവാന് വേണ്ടി ഒരുക്കേണ്ടി വരും. ചൈനയുമായി ഏറ്റുമുട്ടാൻ അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ചൈന വലിയ ശക്തി തന്നെയാണ്. ഇത്രയും കാലം കാര്യമായ യുദ്ധത്തിൽ ഇന്ത്യയുമായിട്ടൊക്കെയുള്ള ഏറ്റുമുട്ടലിന് ശേഷം കാര്യമായ യുദ്ധത്തിലൊന്നും 62-ന് ശേഷം കാര്യമായ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ ശക്തി വർദ്ധിപ്പിക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി അല്ലെങ്കിൽ ചൈനീസ് സംവിധാനവുമായി ഏറ്റുമുട്ടാൻ അമേരിക്ക ആഗ്രഹിക്കില്ല. അങ്ങനെ വേണ്ടി വന്നാൽ അതിന് വൻതോതിൽ ആയുധങ്ങൾ വേണ്ടി വരും. അപ്പോൾ തൈവാനിൽ 2027 വർഷം കലണ്ടർ വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു യുദ്ധം, ഈ യുദ്ധം നീണ്ടു നിന്നാൽ അമേരിക്ക കായികമായി സൈനികമായി ഏറെ ക്ഷയിക്കും, സാമ്പത്തികമായി പിന്നാക്കം പോകും. അമേരിക്കയിൽ ആഭ്യന്തരമായി ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാവും. ഇത് മുതലെടുത്തുകൊണ്ട് ചൈന ഒരു നീക്കം നടത്തിയാൽ റഷ്യ യുദ്ധത്തിലാവും, ചൈന യുദ്ധത്തിലാവും, അമേരിക്ക മധ്യപൗരസ്ത്യ പ്രദേശത്ത് തളച്ചിടപ്പെടും. ഇത് പാടില്ല എന്ന് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിൽ പലരും ട്രംപിനെ സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു. ഈ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും സൈനിക ശക്തിയാണ് അമേരിക്ക, സംശയമൊന്നുമില്ല, 1-ാം നമ്പർ സൈനിക ശക്തി തന്നെയാണ്. പക്ഷെ ഇറാനെ പരാജയപ്പെടുത്താൻ സൈനിക ബലം മാത്രം പോരാ. കാരണം അങ്ങനെയെങ്കിൽ സൈനിക ബലം കൊണ്ട് മാത്രം ഇറാനേക്കാളും ചെറിയ ഒരു പവർ മാത്രമായിരുന്നല്ലോ വിയറ്റ്നാം. അവിടുത്തെ ടോപ്പോഗ്രഫിക്കൽ പ്രത്യേകതകൾ കൊണ്ടാണ് അമേരിക്കയ്ക്ക് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. അപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് അജയ്യതയുടെ പരിവേഷമാണ് അഴിഞ്ഞു വീഴുന്നത്. ഒരിക്കൽ കൂടി അജയ്യതയുടെ പരിവേഷം ഇറാന് മുമ്പിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അടിയറ വെച്ചുകൊണ്ട് അഴിഞ്ഞു വീണുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിൽ പരിഹാസ്യമായിക്കൊണ്ട് പിൻവാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു ഡീലിൽ എത്തിച്ചേരുക. രണ്ടു കൂട്ടർക്കും, ഇറാനും അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും സ്വീകാര്യമാകുന്ന വിട്ടുവീഴ്ചാപൂർവമായ ഒരു ഡീലിൽ എത്തിച്ചേർന്നാൽ അമേരിക്കയ്ക്ക് ഇപ്പോഴെങ്കിലും മുഖം രക്ഷിച്ച് നിർത്താൻ കഴിയും. വൈകിയാൽ ഒരുപക്ഷെ അതിനെ സാധിക്കാതെ വരും. ഇറാൻ ഹാസ് ഗിയർഡ് അപ്പ് ഫോർ എ വെരി 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 ലോങ് ബാറ്റിൽ. അമേരിക്കയ്ക്ക് അത് പറ്റില്ല. ഇറാന് റെസിലിയൻസ് ഉണ്ട്. എത്ര കാലം വേണമെങ്കിലും യുദ്ധത്തിലേക്ക് നീങ്ങാം. കഷ്ടപ്പാടുകളൊക്കെ തന്നെയാണ്, പക്ഷേ യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു. പക്ഷേ അമേരിക്കയ്ക്ക് ആ തയ്യാറെടുപ്പ് ഇല്ലാതെയാണ് യുദ്ധത്തിന് പോയതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യമാണ്. ആയുധങ്ങളുടെ കാര്യം പറഞ്ഞ് പിൻവാങ്ങുന്നത് മോശമാണ്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഉറപ്പുകൾ ലഭിച്ചു, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചു, അത് മതിയാകും. അങ്ങനെയെങ്കിൽ നേരത്തെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. എന്തിനായിരുന്നു യുദ്ധം എന്നൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കും. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി എഴുതപ്പെടും. ഒരു പേക്കിനാവ് പോലെ ഭാവിയിൽ അമേരിക്ക ചരിത്ര പുസ്തകം മറിച്ചു നോക്കുമ്പോൾ അന്ന് കാട്ടിക്കൂട്ടി 2026 ഫെബ്രുവരി 28 മുതൽ സംഭവിപ്പിച്ച അമേരിക്ക ഇടപെട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഹിമാലയൻ ബ്ലണ്ടേഴ്സ് ആയിരുന്നു എന്ന് വിധി എഴുതേണ്ടി വരും. അപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താനും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.